ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴി തുറന്നുകൊണ്ട് CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ് എം രംഗത്തെത്തിയിരിക്കുന്നു. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നതിൽ ഇടതുമുന്നണിക്ക് വലിയ വീഴ്ച പറ്റിയെന്നും CPM നേതാക്കളുടെ ഇടപെടലുകൾ ജനകീയമല്ലായിരുന്നുമെന്നുമാണ് ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന പ്രധാന വിമർശനം. CPM-നുണ്ടായ തിരിച്ചടി മുന്നണിക്ക് ആകെ ദോഷമായെന്നും പാലായിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കേണ്ട CPM വോട്ടുകൾ കൃത്യമായി കിട്ടിയില്ലെന്നുമുള്ള ഗൗരവകരമായ വിലയിരുത്തലുകളാണ് യോഗത്തിൽ നടന്നത്. പാലാ പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ ചോർന്നത് ക്രോസ് വോട്ടിംഗ് നടന്നതുകൊണ്ടാണോ എന്ന സംശയം അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ശക്തമാണ്. 12 സീറ്റുകളിൽ നേരിട്ട ദയനീയ പരാജയം CPM നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകളിലുണ്ടായ പിഴവാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ കുറ്റപ്പെടുത്തി. നിലവിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും തെറ്റുകൾ തിരുത്താൻ CPM തയ്യാറാകണമെന്ന കർക്കശ നിലപാടിലാണ് പാർട്ടി. എന്നാൽ ഇതിനിടയിൽ മുന്നണി മാറ്റം സംബന്ധിച്ച നിർണായക ചർച്ചകളും പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ട്. നേരത്തെ UDF-ലേക്ക് മടങ്ങാനുള്ള അനുകൂല സാഹചര്യം വന്നപ്പോൾ അത് വേണ്ടെന്ന് വെച്ചത് വലിയ പിഴയാണെന്ന് ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ തുടങ്ങിയ നേതാക്കളുടെ താൽപര്യപ്രകാരമാണ് മുന്നണി മാറ്റം നടക്കാതെ പോയതെന്ന വിമർശനം സോഷ്യൽ മീഡിയയിലും പാർട്ടി അണികൾക്കിടയിലും ഇപ്പോൾ സജീവമാണ്. മുൻപ് KM മാണി എടുത്തിരുന്നതുപോലെ സ്വതന്ത്രവും ശക്തവുമായ തീരുമാനങ്ങൾ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. ജോസഫ് വിഭാഗം ലയനത്തിനായി സ്വാഗതം ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ജോസ് കെ മാണി എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്ന് മുതിർന്ന നേതാക്കൾ പറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ അധികാര വടംവലികളും മുന്നണി മാറ്റങ്ങളെക്കുറിച്ചുള്ള ജോസ് കെ മാണി എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്ന് മുതിർന്ന നേതാക്കൾ പറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ അധികാര വടംവലികളും മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള അണികളുടെ അമർഷവും നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണി യോഗങ്ങളിൽ ഈ വിമർശനങ്ങൾ കേരള കോൺഗ്രസ് എം ഔദ്യോഗികമായി ഉന്നയിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.